നമസ്കാരം. ഇന്നത്തെ മിഡിസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്ത. രൂപയുടെ മൂല്യം കുറഞ്ഞത് പ്രവാസികൾക്ക് ഗുണകരമാകുന്നു. സൗദി റിയാലിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് 18 രൂപയ്ക്ക് മുകളിൽ. രൂപയ്ക്ക് രേഖപ്പെടുത്തിയത് 9 മാസത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. ഗൾഫ് യൂണിയൻ രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകൾ GCC രാജ്യങ്ങൾ ഊർജിതമാക്കുന്നു. യൂണിയൻ രൂപീകരണത്തിൽ അതത് രാജ്യങ്ങളിലെ പൗരന്മാരുടെ അഭിപ്രായം തേടും. അടുത്ത മാസം ചേരുന്ന ബഹ്റൈൻ ഉച്ചകോടിയിൽ വിഷയം ചർച്ചയ്ക്ക്. കുവൈത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച. സുരക്ഷ വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു. സുരക്ഷാ ഭീഷണിയുണ്ടാകുന്ന പ്രവൃത്തികളുണ്ടായാൽ വെടിവെക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. 500,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയതിന് പിറകെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യമിടിഞ്ഞത് ഗൾഫ് പ്രവാസികൾക്ക് ഗുണകരമായി. ബുധനാഴ്ച വൈകുന്നേരത്തെ കണക്കനുസരിച്ച് സൗദി റിയാലിന് 18 രൂപയ്ക്ക് മുകളിലാണ് മിക്ക ബാങ്കുകളിലും വിനിമയം നടന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞതാണ് പ്രവാസികൾക്ക് അനുഗ്രഹമായത്. സൗദിയിലെ പ്രമുഖ ബാങ്കായ അൽ വിലാദ് ഇൻജാസ് എക്സ്ചേഞ്ചിൽ 18.10 രൂപയാണ് റിയാലിന്റെ വിനിമയ നിരക്ക്. ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമയച്ചവർക്കാണ് ഈ നിരക്ക് ലഭിച്ചത്. അക്കൗണ്ടില്ലാതെ UAE എക്സ്ചേഞ്ച് വഴി പണമയച്ചവർക്ക് 17.85 ഒരു റിയാലിന് കിട്ടിയത്. സൗദിയിലെ പ്രമുഖ ബാങ്കുകളിലെല്ലാം 18 രൂപയ്ക്ക് മുകളിലാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 21 പൈസ കുറഞ്ഞ് 68.46 രൂപയായതാണ് നിരക്കിൽ പെട്ടെന്ന് മാറ്റമുണ്ടാക്കിയത്. 9 മാസത്തിനിടെ ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് രൂപ രേഖപ്പെടുത്തിയത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും വിനിമയ നിരക്ക് കൂടിയിട്ടുണ്ട്. UAE ദിർഹമിന് 18.75 രൂപയും ബഹ്റൈൻ ദിനാറിന് 182.78 രൂപയും ഒമാനി റിയാലിന് 178.91 രൂപയും ഖത്തർ റിയാൽ 18.91 രൂപയും കുവൈറ്റ് ദിനാറിന് 225.56 രൂപയുമാണ് ബുധനാഴ്ച ലഭിച്ചത്. മീഡിയ 1 ജിദ്ദ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റബി ഉണ്ട് സൗദിയിൽ നിന്ന്. റബി, ഇന്ത്യയിൽ 500,000 രൂപയുടെ നോട്ട് നിരോധനം നിലവിൽ വന്നതിന് ശേഷം ഈ രീതിയിലുള്ള ഒരു ഇടിവ് പ്രകടമായി തുടങ്ങിയിരുന്നു. വരും ദിവസങ്ങളിലും ഇത് ഈ രീതിയിൽ തന്നെ തുടരുമെന്നാണോ വിദഗ്ധർ പറയുന്നത്? സായികുമാർ, കഴിഞ്ഞ നോട്ട് നിരോധനം നവംബർ 8 ശേഷം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് കറൻസികൾക്ക് ഇന്ത്യൻ രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നല്ല ഗുണകരമായ ഒരു മാറ്റമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇന്ന് സൗദി അറേബ്യയിലെ വിവിധ എക്സ്ചേഞ്ചുകളിൽ ഒരു റിയാലിന് 18 രൂപക്ക് മുകളിലാണ് എല്ലാ ഏകദേശം എക്സ്ചേഞ്ചുകളിലെല്ലാം തന്നെ ലഭിച്ചത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്റർനെറ്റിൽ ആളുകൾക്ക് 18 രൂപ 35 പൈസ കാണുന്നുണ്ടെങ്കിലും 18 രൂപയും 10 പൈസയും എല്ലാവർക്കും ലഭിച്ചതായിട്ടാണ് ഇന്നത്തെ ധനകാര്യ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകളുള്ളത്. കാരണം വരും ദിവസങ്ങളിലും ഇത് മുകളിലോട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉണ്ടാവുന്നത്. നേരത്തെ നോട്ട് അസാധുവാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യൻ കറൻസി മെച്ചപ്പെടുമെന്നുള്ള രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും വസ്തുത നേരെ തിരിച്ചാണ്. ഇത് പ്രഖ്യാപിക്കുമ്പോൾ 17 രൂപ 50-60 പൈസയൊക്കെ ആയിരുന്നു ലഭിച്ചിരുന്നെങ്കിൽ അത് മുകളിലോട്ട് പോകുന്ന ക്രമാനുഗതമായി മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ മാസം അവസാന ആഴ്ചയിലെത്തിയ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ഇതിന്റെ വലിയൊരു ഗുണം ലഭിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം നേരത്തെ തന്നെ ആളുകൾ പണം അയച്ചു കഴിഞ്ഞതിനാൽ തന്നെ പലരുടെ കയ്യിലും നാട്ടിലേക്ക് അയക്കാൻ കാശില്ല. വരുന്ന ആഴ്ചയിലും ഈ സ്ഥിതി തന്നെ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചോളം അത് വലിയ ഗുണമായി മാറും. ഈ നവംബർ മാസത്തെ ശമ്പളം ലഭിക്കുന്നതോടുകൂടി ഈ എക്സ്ചേഞ്ചുകളിൽ പൈസ അയക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കും. അതുപോലെ തന്നെ ബാങ്കുകളിലേക്ക് കൂടുതൽ പൈസ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എങ്കിൽ മാത്രമേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണം ഇത് മാറുകയുള്ളൂ. അതേസമയം ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴോട്ട് പോകുന്നത് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. റബി, കൃത്യമായി നാട്ടിലേക്ക് പണം അയക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? ഇവിടെ പണം അയച്ചാലും ഇവിടെ പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള കാര്യത്തിൽ ഒരു തടസ്സം നേരിട്ടിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു ആശങ്ക പ്രവാസികളെ സംബന്ധിച്ചുണ്ടോ? തീർച്ചയായും നാട്ടിലേക്ക് പണം അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലവിൽ യാതൊരു പ്രതിസന്ധിയുമില്ല. അതേസമയം നേരത്തെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൈവശമുണ്ടായിരുന്ന 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മാറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ഇപ്പോൾ നാട്ടിലേക്കും മറ്റും പോകുന്ന സുഹൃത്തുക്കൾ വഴിയൊക്കെ കൊടുത്തയക്കുകയും അവിടെ നിന്നും അത് നോട്ട് അസാധുവായി ഡിസംബർ 31 മുമ്പ് മാറ്റാനുള്ള ഒരു പ്രക്രിയ പ്രവാസികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് ജിദ്ദയിലുണ്ട് എന്നതൊഴിച്ച് മറ്റ് ഇന്ത്യൻ ബാങ്കുകൾക്കൊന്നും തന്നെ ഇവിടെ ശാഖകളില്ല. അവിടെയും ഇന്ത്യൻ നോട്ട് മാറാനുള്ള ഒരു അവസരമില്ല. അതേസമയം ഈ രീതിയിൽ നാട്ടിലേക്ക് കൊടുത്തയച്ചുകൊണ്ട് കാശ് മാറാനുള്ള ഒരു കാര്യമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ മണി എക്സ്ചേഞ്ച് ബാങ്കുകൾക്കുള്ള
മണി എക്സ്ചേഞ്ചുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ വഴിയും പണം അയക്കുന്നതിന് യാതൊരു തടസ്സവും നിലവില്ല. അതേസമയം നാട്ടിലെ വിവിധ ആവശ്യങ്ങൾക്ക് കുടുംബങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന കാശ് കൃത്യമായി ബാങ്കിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത പ്രയാസം എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. നിലവിൽ ആ ഒരു ആശങ്ക മാത്രമാണ് പ്രവാസികളെ സംബന്ധിച്ച്. ഒരു കാര്യം കൂടി, ഈ ഒരു ഇടിവ് കുറച്ച് ദിവസത്തേക്ക് കൂടി തുടരും എന്നാണോ ഇപ്പോൾ ലഭിക്കുന്ന വിലയിരുത്തലുകൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ രൂപയുടെ മൂല്യം പിടിക്കുകയും റിയാലിന്റെ ഈ ഒരു വിനിമയ നിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നവംബർ 8-ന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേ രീതിയിൽ തുടരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവാസികൾ. അത് വരുന്ന ആഴ്ചയിൽ കൂടെ ആ ഒരു അവസ്ഥ തുടരും എന്നുള്ളൊരു പ്രതീക്ഷ പ്രവാസികൾ പങ്കുവെക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് ഇതിന്റെ ഒരു ഗുണഫലം ലഭിക്കുകയുമുള്ളൂ എന്നുള്ളതാണ് വിലയിരുത്തൽ. റൈറ്റ്, 500,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയതിന് പിറകെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഗൾഫ് പ്രവാസികൾക്ക് ഗുണകരമായി എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റബിഹ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, 35 വർഷം പിന്നിടുന്ന ഗൾഫ് സഹകരണ കൗൺസിൽ ഗൾഫ് യൂണിയനിലേക്ക് ചുവടുവെക്കുന്നു. GCC രാജ്യങ്ങളിലെ പൗരന്മാരുടെ അഭിപ്രായം തേടിയ ശേഷം ഡിസംബറിൽ ബഹ്റൈനിൽ ചേരുന്ന ഉച്ചകോടിയിൽ വിഷയം പരിഗണനയ്ക്ക് വരും. 6 രാഷ്ട്രങ്ങളുടെ സംയോജനം GCCയുടെ നിർണായക വഴിത്തിരിവാകും. 1981-ൽ 6 ഗൾഫ് രാഷ്ട്രങ്ങൾ ചേർന്ന് സഹകരണ കൗൺസിൽ രൂപീകരിച്ചപ്പോൾ ലക്ഷ്യമാക്കിയ ഗൾഫ് യൂണിയൻ എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുമാറ്റുന്നതിന്റെ മുന്നോടിയായി പൗരന്മാരുടെ അഭിപ്രായം തേടും. മേഖലയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ വിഷയങ്ങളും ഇത്തരത്തിലുള്ള നീക്കത്തിന് വേഗം കൂട്ടും. അന്തരിച്ച മുൻ സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവാണ് ഗൾഫ് യൂണിയൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. യൂറോപ്യൻ യൂണിയൻ മാതൃകയിൽ കൂടുതൽ മേഖലയിലേക്ക് സഹകരണവും സംയോജനവും വികസിപ്പിക്കാനാണ് അംഗരാജ്യങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക, കസ്റ്റംസ് സഹകരണം, നാണയ ഏകീകരണം, ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ പങ്കുവെക്കൽ, ഗൾഫ് റെയിൽവേ, വൈദ്യുതി ലൈൻ എന്നിവ സഹകരണത്തിന്റെ ഭാഗമായി നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗിക അംഗീകാരവും പൗരന്മാരുടെ പിന്തുണയും പ്രതീക്ഷിച്ചാണ് വ്യക്തികളിൽ നിന്നും പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുന്നത്. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. ഗൾഫ് രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുടെ 35ാമത് സമ്മേളനം നവംബർ 29 ചൊവ്വാഴ്ച റിയാദിൽ ചേരും. മേഖലയിലെ സുരക്ഷാ വിഷയങ്ങൾ വിലയിരുത്തുന്നതിനും ഡിസംബറിൽ ബഹ്റൈനിൽ ചേരുന്ന ഉച്ചകോടിയിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമാണ് റിയാദ് സമ്മേളനം ചേരുന്നത്. സമ്മേളനത്തിന്റെ അജണ്ട രൂപീകരിക്കുന്നതിനായി മന്ത്രിതല സമ്മേളനത്തിന് മുന്നോടിയായി 27, 28 തീയതികളിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിമാർ ഒത്തുകൂടും. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സ്വന്തമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. മദീന റോഡിന് സമീപത്ത് പുതിയതായി വാങ്ങിയ സ്ഥലത്താണ് വിശാല സൗകര്യത്തോടെ കെട്ടിടം പണിയുക. ഗവർണറുടെ ഓഫീസറിന് സമീപത്തായാണ് പുതിയ സ്ഥലം വാങ്ങിയത്. കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. അടുത്തു തന്നെ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥൻ മീഡിയ 1-നോട് പറഞ്ഞു. നിലവിൽ തഹ്ലിയ സ്ട്രീറ്റിൽ വാടക കെട്ടിടത്തിലാണ് കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത്. 30 ലക്ഷത്തോളം വരുന്ന സൗദിയിലെ ഇന്ത്യൻ പ്രവാസികളിൽ പകുതിയോളം പേർ ജിദ്ദ കോൺസുലേറ്റിനെയാണ് വിവിധ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്നത്. വാർത്തകൾ തുടരുന്നു. കുവൈത്തിൽ ശനിയാഴ്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ആഭ്യന്തര മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്നു. സബ്ഹാനിലെ MOI ആസ്ഥാനത്ത് നടന്ന യോഗം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കൈക്കൊള്ളേണ്ട സുരക്ഷാ നടപടികൾക്ക് അന്തിമ രൂപം നൽകി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധിപ്പിക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് പറഞ്ഞു. അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പ്രധാന ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അപ്പോൾ വിവരം ലഭ്യമാക്കുന്ന രൂപത്തിലാണ് സംവിധാനം ഒരുക്കിയത്. സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവൃത്തികളുണ്ടായാൽ വെടിവെക്കാനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. പ്രായാധിക്യത്താൽ പ്രയാസപ്പെടുന്നവർ, രോഗികൾ, വികലാംഗർ ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്കും തിരിച്ചുമെത്തിക്കാൻ നാഷണൽ ഗാർഡ്, വനിതാ പോലീസ് എന്നീ വിഭാഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തും. ഗതാഗത തടസ്സമില്ലാതാക്കാൻ കൂടുതൽ ട്രാഫിക് പോലീസുകാരെ നിയോഗിക്കും. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ സുലൈമാൻ അൽ ഫഹദ്, ആഭ്യന്തരമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അൽ ഖലീഫ അൽ സബാഹ്, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവരാണ് യോഗത്തിൽ സംബന്ധിച്ചത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് പൊതുബജറ്റിന് മന്ത്രിസഭ അംഗീകാരം നൽകി. യോഗത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖലീഫ അൽ താനി അധ്യക്ഷത വഹിച്ചു. ഖത്തർ നാഷണൽ വിഷൻ 2030 നടപ്പാക്കുന്നതിനുള്ള പിന്തുണ, കരുതൽ ധനം, എണ്ണ ഇതര മേഖലയിൽ നിന്നുള്ള വരുമാനം കൂട്ടുക, രാജ്യത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് നിലനിർത്തുക തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് ബജറ്റിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചുറ്റും പോലീസ് നിരീക്ഷണം ശക്തമാക്കുമെന്ന് ജിദ്ദ ട്രാഫിക് വിഭാഗം അറിയിച്ചു. സർക്കാർ, സ്വകാര്യ സ്കൂൾ പരിസരങ്ങളിലെല്ലാം പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കും. മെയിൻ റോഡുകളിലും നഗരത്തിന്റെ ഉൾഭാഗങ്ങളിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം നിരീക്ഷണം വർദ്ധിപ്പിക്കുമെന്ന് ട്രാഫിക് വിഭാഗം വ്യക്തമാക്കി. റോഡുകളിൽ വാഹനങ്ങളുടെ നീക്കം എളുപ്പമാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചുറ്റും തിരക്കൊഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ മുഖ്യമായും ലക്ഷ്യമിടുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്നും നിയമം നടപ്പാക്കുന്നതിൽ ട്രാഫിക് പോലീസുമായി സഹകരിക്കണമെന്നും വക്താവ് കേണൽ സുലൈമാൻ അൽ സക്രി പറഞ്ഞു.
ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനായി എക്സിബിഷൻ ഇന്ത്യാന എന്ന പേരിൽ ഖത്തറിൽ മെഗാ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യൻ അംബാസിഡർ പി കുമരൻ ദോഹയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തർ ടൂറിസം അതോറിറ്റിയുടെ സഹകരണത്തോടെ IBPN സംഘടിപ്പിക്കുന്ന പ്രദർശനം 2017 മാർച്ച് 17 മുതൽ 20 വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലെ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിൽ 2017 മാർച്ച് 17 മുതൽ 4 ദിവസങ്ങളിലായാണ് ഇന്ത്യാന എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ഇതിലൂടെ ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള പുതിയ ബിസിനസ് ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ഇന്ത്യൻ അംബാസഡർ പി കുമരൻ ദോഹയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. We also plan to have road shows in India to promote greater participation. We hope to involve ഖത്തർ ടൂറിസം അതോറിറ്റിയുടെ സഹകരണത്തോടെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഇന്ത്യാന എക്സിബിഷൻ ഒരുക്കുന്നതിൽ ഇന്ത്യൻ എംബസിക്ക് പുറമെ സ്ക്വയർ എക്സിബിഷൻസ് മാനേജ്മെന്റിന്റെ സഹകരണം ഉറപ്പുവരുത്തിയതായും സംഘാടകർ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും മികച്ച പ്രദർശനമായിരിക്കും ഇന്ത്യാനയിൽ ഉണ്ടാവുക. ഖത്തറിലെ ബിസിനസ് രംഗത്തുള്ളവർക്ക് മികച്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനുള്ള അവസരം കൂടി ഇന്ത്യാന ഒരുക്കും. ഫാബ്രിക്സ്, ഇലക്ട്രോണിക്സ്, ഫാഷൻ, കല, ക്രാഫ്റ്റ്, സ്പൈസസ്, കണ്ടുപിടുത്തങ്ങൾ, പ്രോപ്പർട്ടീസ്, എഞ്ചിനീയറിംഗ് ടെക്നോളജി തുടങ്ങി ഇന്ത്യയിൽ നിന്നുള്ള വിപുലമായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യാനയിൽ ഉണ്ടാവും. 300-ലേറെ ഇന്ത്യൻ ഉൽപ്പാദകരും വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങളും ഇന്ത്യാനയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IBPN പ്രസിഡന്റ് KM വർഗീസ്, സ്ക്വയർ എക്സിബിഷൻസ് മാനേജ്മെന്റ് COO ഹന അൽ ഹുസൈനി, ഡെപ്യൂട്ടി മാനേജർ ഒമർ അറാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. ഫോർമുല 1 കിരീട പോരാട്ടത്തിനൊഴുകിയെത്തുന്ന ആസ്വാദകരെയും താരങ്ങളെയും സ്വീകരിക്കാനൊരുങ്ങി അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളം. അബുദാബിയിലും എയർപോർട്ടിലും ഈ വർഷത്തെ ഏറ്റവും തിരക്കേറിയ സീസണായിരിക്കും ഈ ആഴ്ചയെന്നാണ് വിലയിരുത്തൽ. സന്ദർശകർക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ട് ഏതുമില്ലാതെ നഗരിയിലെത്താനും ആസ്വദിക്കാനുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിച്ചതായി വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. വായനാ വർഷാചരണത്തിന്റെ ഭാഗമായി നൂതനമായ പുസ്തക വിതരണ രീതിയുമായി ദുബൈ ആരോഗ്യ മന്ത്രാലയം രംഗത്ത്. ദുബൈ ഹെൽത്ത് അതോറിറ്റിക്ക് കീഴിലെ ഷാർജയിലെയും ദുബൈയിലെയും അൽ മോസിന മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററുകളിൽ ചികിത്സയ്ക്കും പരിശോധനയ്ക്കുമായി എത്തുന്ന ഗർഭിണികൾക്കാണ് പുസ്തകങ്ങൾ സമ്മാനിക്കുന്നത്. കുഞ്ഞുങ്ങളെ വായനയിലേക്ക് അടുപ്പിക്കാൻ ഈ മാർഗം ഏറെ പ്രയോജനകരമാകും എന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ. 5000 പുസ്തക കിറ്റുകളാണ് കരിമത്ത് ഗ്രൂപ്പും ആരോഗ്യ മന്ത്രാലയവും കിതാബി അൽ അവൽ എന്നു പേരിട്ട പദ്ധതി പ്രകാരം വിതരണം ചെയ്തത്. ദോഹയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെന്ററിൽ HR ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിവിഷൻ ആരംഭിച്ചതായി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇൻസ്പയറിംഗ് സിറ്റിസന്റെ ഭാഗമായാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെന്ററിൽ HR ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിവിഷൻ നടക്കുക. പ്രശസ്ത ഇന്റർനാഷണൽ ട്രെയിനർ മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് HR ഡെവലപ്മെന്റ് ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് പരിശീലനം ഇതിന്റെ ഭാഗമായി നടക്കും. ജിദ്ദ ഷറഫിയ KMCC സ്നേഹസ്പർശം സംഘടിപ്പിക്കുന്ന 3ാമത് മെഗാ റിലീഫ് ഇവന്റ് ഡിസംബർ 30 നടക്കും. കണ്ണൂർ തളിപ്പറമ്പിൽ നടക്കുന്ന പരിപാടിയിൽ കിഡ്നി ക്യാൻസർ രോഗികളായ 100 പേർക്ക് 1 വർഷത്തെ ചികിത്സാ സഹായം, മുസഫർ നഗറിൽ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ബൈത്തുഹറമ പദ്ധതിയിലെ 2 വീടുകൾക്കുള്ള ഫണ്ട് കൈമാറൽ എന്നിവയും നടക്കും. പരിപാടിയുടെ പ്രചരണാർത്ഥം ജിദ്ദയിൽ സൗഹൃദ സംഗമം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നിസാമുമ്പാട്, CK ഷാക്കിർ, ഷരീഫ് മഞ്ചേരി, അൻവർ ചെരങ്കൈ, ഇസ്മയിൽ മുണ്ടക്കുളം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മർക്കസ് നോളജ് സിറ്റിയിൽ കൾച്ചറൽ സെന്റർ നിർമ്മാണം ആരംഭിച്ചതായി മർക്കസ് നോളജ് സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി അറിയിച്ചു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഇത് പ്രയോജനപ്പെടുത്താം. ഹെറിറ്റേജ് മ്യൂസിയം, റിസർച്ച് ലൈബ്രറി, ഡിജിറ്റൽ സെമിനാർ ഹാൾ, ഹിസ്റ്റോറിക്കൽ ഹബ് എന്നിവ ഇവിടെ ഒരുക്കും. 70 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2019 നിർമ്മാണം പൂർത്തിയാക്കും. ഹബീബുർ റഹ്മാൻ, മുഹമ്മദ് ഷക്കീൽ, അബ്ദുൽ സലാം എരിഞ്ഞിമാവ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നവോദയ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ഇന്ത്യ ഫെസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ ദമാമിൽ നടക്കും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, D രാജ MP, MLA-മാരായ TV രാജേഷ്, PT റഹീം, കാരാട്ട് റസാഖ് എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിനിമാ താരം സുരാജ് വെഞ്ഞാറമൂട്, ഗായകരായ കണ്ണൂർ ഷരീഫ്, അജയ് ഗോപാൽ, അഭിജിത്ത് ഘോഷാൽ എന്നിവർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ അരങ്ങേറും. വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ശാസ്ത്ര ചരിത്ര പ്രദർശനങ്ങളും 50-ലധികം ഫുഡ് കോർട്ടുകൾ, വിവിധ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. ഒമാൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സുൽത്താൻ ഖാബൂസ് ബിൻ സായിദിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സുഹാർ KMCC റാലി സംഘടിപ്പിക്കുന്നു. ഈ മാസം 25-ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും റാലി സംഘടിപ്പിക്കുക. റാലിയുടെ ഉദ്ഘാടനം ഒമാൻ പാർലമെന്റ് അംഗം ഷെയ്ഖ് ഹിലാൽ അൽ സാദ്രാനി നിർവഹിക്കുമെന്ന് KMCC ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റാലിയോടൊപ്പം സുൽത്താന് നൊബേൽ സമ്മാനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ 1 ലക്ഷം പ്രവാസികളുടെ ഒപ്പുശേഖരണത്തിനും തുടക്കം കുറിക്കും. സംസ്കൃതി ഖത്തറിന്റെ കേരളീയം 2016 ഡിസംബർ 2 വൈകിട്ട് 6 മണിക്ക് MES ഇന്ത്യൻ സ്കൂൾ KG ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ചലച്ചിത്ര താരം രമ്യ നമ്പീശൻ, കലാമണ്ഡലം ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം എന്നിവർ പരിപാടികൾ അവതരിപ്പിക്കും. കഥകളി, ശാസ്ത്രീയ നൃത്യം തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള ദൃശ്യാവിഷ്കാരം കേരളീയത്തിന്റെ ഭാഗമായി നടക്കും. സിറ്റി എക്സ്ചേഞ്ച് മുഖ്യ പ്രായോജകരായ പരിപാടിയുടെ ടിക്കറ്റ് റിലീസ് സിറ്റി എക്സ്ചേഞ്ച് സിഇഒ ഷറഫ് പി ഹമീദ് നിർവഹിച്ചു. വാർത്താസമ്മേളനത്തിൽ PN ബാബുരാജൻ, സമീർ സിദ്ദിഖ്, AK ജലീൽ, ഷറഫ് പി ഹമീദ് എന്നിവർ പങ്കെടുത്തു. കുവൈത്ത് വയനാട് അസോസിയേഷൻ മെട്രോ മെഡിക്കൽ കെയർ ഗ്രൂപ്പുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ഫർവാനിയ മെട്രോ ക്ലിനിക്കിൽ നവംബർ 25 രാവിലെ 7:30 മുതൽ 11:30 വരെയാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി പേര് നൽകണമെന്ന് സംഘാടകർ പറഞ്ഞു. അടുത്ത അധ്യയന വർഷം മുതൽ വയനാട്ടിലെ നിർധനരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചുമതല ഏറ്റെടുക്കാൻ അസോസിയേഷൻ തീരുമാനിച്ചതായും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാരവാഹികളായ റജി ചിറയത്ത്, മുബാറക് കാമ്പ്രത്ത്, റോയ് മാത്യു, AB പോൾ, അബ്ദുൽ ലത്തീഫ്, മിനി കൃഷ്ണ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാർത്തോമ ഇടവകയുടെ സഹിഷ്ണുത മാസാചരണത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും കൊയ്ത്തുത്സവവും വെള്ളിയാഴ്ച 4 മണിക്ക് നടക്കുമെന്ന് വികാരി റവറന്റ് പ്രകാശ് എബ്രഹാം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UAE സഹിഷ്ണുതകാര്യമന്ത്രി ഷെയ്ഖ് ലുബ്ന ബിൻ അൽ ഖാസ്മി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ചിറകരിയരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിസംബർ 5-ന് ഡൽഹിയിൽ നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് ജിദ്ദ പ്രവാസികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സിയാട്ട സംഘടിപ്പിച്ച ചടങ്ങിൽ മലബാർ ഡെവലപ്മെന്റ് ഫോറം സംഘടിപ്പിക്കുന്ന മാർച്ചിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ജിദ്ദയിലെ മത, സാംസ്കാരിക, മാധ്യമ, ബിസിനസ് മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത ടേബിൾ ടോക്കും നടന്നു. 50ഓളം പേർ സൗദിയിൽ നിന്ന് മാർച്ചിൽ പങ്കെടുക്കുമെന്ന് സിയാട്ട ചെയർമാൻ KC അബ്ദുറഹ്മാൻ അറിയിച്ചു. ഡിസംബർ 3-ന് മുഴുവൻ പ്രവാസികളെയും സംഘടിപ്പിച്ച് ജിദ്ദയിൽ പ്രതീകാത്മക ധർണ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നാസർ ചാവക്കാട് സ്വാഗതവും മുഹമ്മദ് കുട്ടി ചോലയിൽ നന്ദിയും പറഞ്ഞു. വിഭവങ്ങളുടെ വൈവിധ്യങ്ങളുമായി മായിദത്തൽ നൊമാൻ ഫാമിലി റെസ്റ്റോറന്റ് മസ്കത്തിലെ റൂവിയോസി സെന്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി, ഒമാനി, ചൈനീസ് തുടങ്ങിയ വ്യത്യസ്ത രുചി വിഭവങ്ങളാണ് റെസ്റ്റോറന്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് റെസ്റ്റോറന്റ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി ദം ബിരിയാണി, കപ്പ ബിരിയാണി, ബാംബു ബിരിയാണി തുടങ്ങിയ കേരള വിഭവങ്ങൾക്ക് പുറമെ ഒമാനി ഭക്ഷണങ്ങളും റെസ്റ്റോറന്റിൽ ലഭ്യമാണ്. പാചക മേഖലയിലെ വിദഗ്ധരുടെ സേവനവും റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട്. റിയാദ് ബത്ഹയിൽ ദീർഘകാലം തലാൽ ഫാസ്റ്റ് ഫുഡ് കട നടത്തിയിരുന്ന തിരൂരങ്ങാടി ചെറുമുക്ക് സ്വദേശി മൊയിൻകുട്ടി ഹൃദയാഘാതം മൂലം മരിച്ചു. മൃതദേഹം റിയാദിൽ ഖബറടക്കമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ മിഡീസ്റ്റ് അവർ സമാപിക്കുന്നു. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ശുഭരാത്രി.